എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് മുരിങ്ങക്കായും മാങ്ങയും നമ്മുടെ ചക്കക്കുരുവും കൂടിയുള്ള കറി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതാണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ചക്കക്കുരു നന്നായിട്ട് തൊലി കളഞ്ഞ് ഇവിടെ ഇതുപോലെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു പെട്ടെന്ന് എളുപ്പത്തിൽ തൊലി എങ്ങനെയാണ് കളയുന്നതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്തേക്ക് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അതും കൂടെ നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഒരു 3-4 വിസിലടിച്ച് നമുക്ക് ഫുൾ എയർ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് മുരിങ്ങക്കോലും മാങ്ങയും പച്ചമുളകും ഒരു 3-4 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ ഇരിക്കുന്നത് ഞാനത് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ. മുരിങ്ങക്കോൽ ഒരു ചെറിയൊരു 1 ഇഞ്ച് 2 ഇഞ്ച് നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയും ഞാനിതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാങ്ങ അധികം കിട്ടിയപ്പോൾ ഞാനിതുപോലെ ഒന്ന് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചു. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാനിതുപോലെ തന്നെ സമയം കിട്ടിയപ്പോൾ തൊലി കളഞ്ഞ് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പിലയുണ്ട്, പിന്നെ ഒരു സവോളയുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി പച്ചമുളക് ഞാൻ അതിനകത്ത് നടുവെ കീറി ഇട്ടിട്ടുണ്ട്. കാരണം പച്ചമുളക് ഒത്തിരി അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ചൊവയായിരിക്കും കറിക്ക്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. പിന്നെ കുറച്ച് പിന്നെ മല്ലിപ്പൊടിയും കൂടെ വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം കേട്ടോ. അപ്പോൾ ഈ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം ഇതിലേക്ക് അരയ്ക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അതിങ്ങനെ കല്ല് പോലെ കിടക്കും. അപ്പോൾ മിക്സിയുടെ ഒത്തിരി അതിങ്ങനെ കടകടാന്ന് ഒച്ച കേൾക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടും കിട്ടാൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തേങ്ങയാണ് ഞാനത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കണം കേട്ടോ. ചാറൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് ഒരു 2 നുള്ള് മല്ലിപ്പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്നത് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് സവോളയും മുരിങ്ങക്കോലും എല്ലാം കൂടെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നേക്കൊന്നും വേണ്ട. അതൊന്ന് വേകാൻ പാകത്തിന് പെട്ടെന്ന് വെന്ത് കിട്ടും. മുരിങ്ങക്കോലും മാങ്ങയും എല്ലാം കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ അടിച്ചതെല്ലാം എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം അത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കൊന്ന് ഉടച്ച് നോക്കാം. വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എല്ലാം ഒന്നും ഭയങ്കരമായിട്ട് ഉടയ്ക്കണ്ട. കുറച്ചൊക്കെ കഷ്ണങ്ങളായിട്ട് കിടക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ചിലതൊക്കെ ഇച്ചിരി മുഴുപ്പിൽ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചക്കക്കുരുവിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ തിളപ്പിക്കണം. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പോ പിന്നെ എരിവൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം ഉപ്പും എരിവും പിന്നെ നല്ല മാങ്ങയുടെ നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ.
ഇനി നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കതിനകത്ത് ഇതിന് കറി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ആ ജാറ് കഴുകിയതും കൂടെ കൂട്ടിയിട്ടുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചാറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം. എന്നിട്ട് ഇനി നന്നായിട്ടിത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിക്കണം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് തേങ്ങയും കൂടെ ചേർത്തപ്പം. അപ്പോൾ നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങയെല്ലാം പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ പുളി ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാനിപ്പോൾ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി പിന്നെ അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. വറ്റൽമുളകൊക്കെ അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 2-3 എണ്ണം മതി കേട്ടോ. നിങ്ങളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ അത് ഇളക്കുകയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം മൂടി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഇളക്കാൻ. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പാകത്തിനായിട്ടാണ് വന്നേക്കുന്നത്. ഒത്തിരി ലൂസായി പോകരുത് കേട്ടോ. വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.